കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമേറിയ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതവും വിലയേറിയതുമായ ഈ നല്ല പ്രഭാതത്തിൽ നിങ്ങളോടൊരുമിച്ച് പിന്നെയും ക്രിസ്തുയേശുവിൻ്റെ സനാതന സത്യങ്ങൾ പങ്കിടുവാൻ കർത്താവ് ഒരുക്കി തന്ന നല്ല സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രഭാതത്തിൽ പ്രഭാത ചിന്തയ്ക്കായി വളരെ ആവലോടെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന എൻ്റെ എല്ലാ മാന്യമിത്രങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ പ്രഭാത ചിന്തയിൽ നമ്മൾ ഒരുമിച്ച് പങ്കിടുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്, നമ്മുടെ വിശുദ്ധ വേദപുസ്തകത്തിൽ നാം ഏറ്റവും കൂടുതൽ പ്രസംഗിക്കപ്പെടേണ്ട ഒരു വ്യക്തിത്വമാണ് നമുക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തം വരെ ഊറ്റിത്തന്ന നമ്മുടെ നസ്രയനായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ളത്. അപ്പോൾ യേശു ക്രിസ്തുവിനെ പ്രതിരൂപമായിട്ട് ചിത്രീകരിക്കുന്ന ധാരാളം പദങ്ങൾ അല്ലെങ്കിൽ ധാരാളം വസ്തുതകൾ വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതായത് ക്രിസ്തുവിന് സദൃശ്യമായി നമ്മെ പഠിപ്പിക്കുന്ന ധാരാളം കാര്യങ്ങൾ. അതിൽ ചില കാര്യങ്ങൾ ഈ പ്രഭാതത്തിൽ നമുക്കൊന്ന് ചിന്തിക്കാം. ഒന്നാമത്, നാം വേദപുസ്തകത്തിൽ കാണുന്ന ഒരു മനോഹരമായ വസ്തുവാണ് മന്ന എന്ന് പറയുന്നത്. നമുക്കറിയാം, 430 സംവത്സരക്കാലം ഇസ്രായേൽ മിസ്രയീമിൻ്റെ അടിമത്തത്തിലായിരുന്നു. ശേഷം മോശയുടെ നേതൃത്വത്തിൽ അവർ വിടുവിക്കപ്പെട്ടു. കനാനിലേക്കുള്ള പ്രയാണത്തിൽ അവർക്ക് ഭക്ഷണമില്ലാതെ വന്നപ്പോൾ കർത്താവായ ദൈവം അവർക്ക് ഭക്ഷണം കൊടുത്തതായിട്ട് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ആ ഭക്ഷണം എന്തായിരുന്നു? ആ ഭക്ഷണം മന്നയായിരുന്നു എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം മന്ന എന്തിന് പ്രതിരൂപമായി നിൽക്കുകയാണ്? എന്തിന് സദൃശ്യമായി നിൽക്കുകയാണ്? ഈ മന്ന ക്രിസ്തുവിൻ്റെ ജഡാവതാരത്തിന് പ്രതിരൂപമായി നിൽക്കുന്ന ഒന്നാണ്. രണ്ടാമത്, നമുക്കറിയാം, ലേവ്യ പുസ്തകത്തിലേക്ക് നാം വരുമ്പോൾ 5 വിധ പ്രധാനപ്പെട്ട യാഗങ്ങൾ വേദപുസ്തകത്തിൻ്റെ അകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഒരു യാഗം, അത് നേരിയ മാവ് കൊണ്ട് കഴിക്കണം എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ നേരിയ മാവ് എന്തിനെ കാണിക്കുകയാണ്? എന്തിന് സദൃശ്യമാണ്? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാകുന്ന യേശു ക്രിസ്തുവിൻ്റെ വിശുദ്ധ ജീവിതത്തെ പ്രതിനിധാനം ചെയ്യുന്നതാണ് ഈ നേരിയ മാവ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമ്മൾ വായിക്കുമ്പോൾ ആദിഫല കറ്റ എന്ന് പറയുന്ന, അതും ലേവ്യ പുസ്തകത്തിൽ തന്നെ നമുക്ക് കാണുവാൻ കഴിയും. ആദിഫല കറ്റ എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ പ്രതിനിധാനം ചെയ്യുന്ന ഒന്നാണ്. ക്രിസ്തുവിൻ്റെ ഉയർപ്പിനെ പ്രതിനിധാനം ചെയ്യുന്നതാണ് ഈ ആദിഫല കറ്റ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ലേവ്യ പുസ്തകത്തിൽ തന്നെ ഭോജനയാഗം എന്ന ഒരു വസ്തു നമുക്ക് കാണുവാൻ കഴിയും. ഭോജനയാഗം എന്നാൽ എന്താണ്? നമുക്കറിയാം, കാൽവറി ക്രൂശിൽ കർത്താവ് തകർക്കപ്പെടുന്നതിന് മുൻപ് അന്ത്യ അത്താഴത്തിനായി തൻ്റെ ശിഷ്യഗണങ്ങളുമായി ആ മാളികമുറിയിലേക്ക് കയറിപ്പോയി. മാളികമുറിയിലേക്ക് കയറിപ്പോയിട്ട് കർത്താവ് എന്താ ചെയ്തത്? അവിടെ ഒരുക്കി വച്ചിരുന്ന അപ്പം അവൻ കയ്യിലെടുത്തു. അപ്പം കയ്യിലെടുത്തിട്ട് കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണ്: ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ ശരീരം, എൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു എന്ന് പറഞ്ഞ് തൻ്റെ ശിഷ്യന്മാർക്ക് നമ്മുടെ കർത്താവ് അത് നുറുക്കി കൊടുക്കുന്നതായിട്ട് വേദപുസ്തകത്തിൽ നാം കാണുന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ ഭോജനയാഗം ക്രിസ്തുവിൻ്റെ തകർക്കപ്പെട്ട ശരീരത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഒന്നാണ്. ഇനി അടുത്തത്, മേശയുടെ മേലുള്ള കാഴ്ചയപ്പം. അതായത് സമാഗമന കൂടാരം നാം പഠിക്കുമ്പോൾ സമാഗമന കൂടാരത്തിന് 3 പാർട്ടുകളുണ്ട്. അതിൽ 1 പ്രാകാരമാണ്, 2 വിശുദ്ധ സ്ഥലമാണ്. ആ വിശുദ്ധ സ്ഥലത്തിൽ 3 ഉപകരണങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. അതിലൊന്ന് കാഴ്ചയപ്പത്തിൻ്റെ മേശയാണ്. ഈ കാഴ്ചയപ്പത്തിൻ്റെ മേശയുടെ മുകളിൽ
അപ്പം ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഈ അപ്പം എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നതായിട്ട് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഉലകത്തിൽ ഒരുവനുണ്ടെങ്കിൽ അത് സ്വർഗത്തിൽ വസിക്കുന്ന കർത്താവാണ്. ആകയാൽ ഈ പ്രഭാതത്തിൽ ഈ ഒരു ചിന്ത പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമുക്ക് വേണ്ടി ഇവിടെ പക്ഷപാതം ചെയ്യാൻ ആരുമില്ലെങ്കിലും നിരാശപ്പെടരുത്. നമ്മുടെ വിഷയങ്ങൾ ആരും ഏറ്റെടുക്കാനില്ലെങ്കിലും നിരാശപ്പെടരുത്. ഈ പ്രഭാതത്തിൽ പറയട്ടെ, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന, നമ്മുടെ ഓരോ വിഷയങ്ങളും, എന്തിനേറെ നമ്മുടെ ഞരക്കങ്ങൾ പോലും നന്നായി അറിയുന്ന ഒരു കർത്താവിനെയാണ് ഈ പ്രഭാതത്തിൽ ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്. സ്നേഹിതരെ, നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തുമാകട്ടെ, നിങ്ങളുടെ വിഷയങ്ങൾ ഏതുമാകട്ടെ, നിങ്ങൾ തകർന്നിരിക്കുന്ന ഏതെങ്കിലും പാന്താവുകൾ കൂടെയാണ് നിങ്ങൾ യാത്ര ചെയ്യുന്നതെങ്കിൽ ഈ സന്ദേശം നിങ്ങൾക്കൊരു അനുഗ്രഹമായി തീരും. കാരണം നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആകയാൽ ആ കർത്താവിൻ്റെ കരത്തിലേക്ക് ഈ പ്രഭാതത്തിൽ നമ്മളെ സമർപ്പിക്കാം. എല്ലാ കണ്ണുകളും അടച്ച് ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ട്. നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, മനോഹരമായ നല്ല പ്രഭാതവേളയ്ക്കായി സ്തോത്രം. എൻ്റെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, വലിയ അനുഗ്രഹമാക്കി തീർക്കണം. അപ്പോൾ ഈ പ്രഭാതം ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിച്ച് അവിടുത്തെ നാമമഹത്വത്തിനായി ഞങ്ങളെ ഉപയോഗിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു. ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ്റ്റർ ജോ സാമുവേൽ.